US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. സ്ഥാനമേറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ജന്മാവകാശ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതായിരുന്നു. ഇന്ത്യക്കാർക്കുൾപ്പെടെ നെഞ്ചിടിപ്പ് കൂട്ടിയ ഒരു ഉത്തരവ്. എന്നാൽ ട്രംപിന്റെ ഈ നീക്കം ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. യുഎസിലെ ഏറ്റവും പുതിയ സെൻസസ് അനുസരിച്ച് 54 ലക്ഷം ഇന്ത്യക്കാരാണ് യുഎസിൽ താമസിക്കുന്നത്. ഇത് യുഎസിലെ ആകെ ജനസംഖ്യയുടെ 1.47% വരും. അവരിൽ 2/3 ഭാഗവും കുടിയേറ്റക്കാരുമാണ്. അതേസമയം 34% പേർ അമേരിക്കയിലാണ് ജനിച്ചത്. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കുകയാണെങ്കിൽ താൽക്കാലിക ജോലിയോ ടൂറിസ്റ്റ് വീസയിലോ യുഎസിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ കുട്ടികൾക്ക് ഇനി സ്വയമേവ പൗരത്വം ലഭിക്കില്ല. ഇന്ന് രാഷ്ട്രീയം മുതൽ തൊഴിൽ വിപണി വരെ യുഎസിൽ ഇന്ത്യക്കാർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ഇന്ത്യൻ വംശജരായ പൗരന്മാർ പല പ്രധാന കമ്പനികളിലും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നുമുണ്ട്. എപ്പോഴാണ് ഇന്ത്യക്കാർ യുഎസ് പൗരന്മാരാകാൻ തുടങ്ങിയതെന്നറിയാമോ? നേരത്തെ അമേരിക്കൻ പൗരത്വം നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അമേരിക്കൻ പൗരത്വം നേടുന്നത് തന്നെ. ഭികാജി ബൽസാരയാണ് ആദ്യമായി അമേരിക്കൻ പൗരത്വം നേടുന്ന ഇന്ത്യക്കാരൻ. മുംബൈയിൽ നിന്നുള്ള ഒരു തുണിക്കച്ചവടക്കാരനായിരുന്നു ഭികാജി ബൽസാര. ഏറെക്കാലത്തെ ശ്രമങ്ങളും നിയമയുദ്ധത്തിനും ശേഷമാണ് അദ്ദേഹം അമേരിക്കൻ പൗരത്വം നേടിയെടുത്തത്. 1790-ലെ നാച്ചുറലൈസേഷൻ നിയമപ്രകാരം സ്വതന്ത്രരായ വെള്ളക്കാർക്ക് മാത്രമേ അമേരിക്കൻ പൗരത്വം ലഭിച്ചിരുന്നുള്ളൂ. ഇതുപ്രകാരം 1900-കളുടെ തുടക്കത്തിൽ സ്വതന്ത്രരും വെള്ളക്കാരുമായ ആളുകൾക്ക് മാത്രമേ അമേരിക്കൻ പൗരത്വം ലഭിച്ചിരുന്നുള്ളൂ. 1790-ലെ നാച്ചുറലൈസേഷൻ ആക്ടിനെതിരെ 1906-ൽ ന്യൂയോർക്കിലെ സർക്യൂട്ട് കോടതിയിലാണ് ബൽസാര തന്റെ ആദ്യ പോരാട്ടം നടത്തിയത്. കൊക്കേഷ്യക്കാരും ഇൻഡോ യൂറോപ്യന്മാരും ഉൾപ്പെടെയുള്ള ആര്യന്മാർ വെള്ളക്കാരാണെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിന്റെ ഈ വാദം സ്വാഭാവിക യുഎസ് പൗരത്വം നേടുന്ന മറ്റ് ഇന്ത്യക്കാരും ഉപയോഗിച്ചു തുടങ്ങി. ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ബൽസാരയ്ക്ക് പൗരത്വം നൽകുന്നത് അറബികൾക്കും ഹിന്ദുക്കൾക്കും അഫ്ഗാനികൾക്കും പൗരത്വം തേടാനുള്ള വാതിൽ തുറന്നു നൽകുമെന്ന് കോടതി പറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിച്ചു. എന്നാൽ പൗരത്വം ലഭിക്കുന്നതിന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു. പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ബൽസാര. സ്വതന്ത്ര വെള്ളക്കാരുടെ വിഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്ന പേർഷ്യൻ വിഭാഗത്തിലെ അംഗമായാണ് ബൽസാരയെ കണക്കാക്കിയിരുന്നത്. 1910-ൽ ന്യൂയോർക്കിലെ സൗത്ത് ഡിസ്ട്രിക്റ്റിലെ ജഡ്ജി എമിൽ ഹെൻറ്റി ലാംകോബെ അദ്ദേഹത്തിന് യുഎസ് പൗരത്വം നൽകി. അഭിഭാഷകൻ അതിനെ വെല്ലുവിളിക്കുകയും നിയമത്തിന്റെ ഔദ്യോഗിക വ്യാഖ്യാനത്തിനായി അപ്പീൽ നൽകുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ തീരുമാനമെടുത്തത്. 1910-ൽ സർക്യൂട്ട് കോർട്ട് അപ്പീൽ കേസ് കൊണ്ടുവന്നു. അവിടെ പാഴ്സികളെ വെള്ളക്കാരായി കണക്കാക്കി. ഇതിനു പിന്നാലെ മറ്റൊരു ഫെഡറൽ കോടതി AK മജുംദാറിന് യുഎസ് പൗരത്വം നൽകി. ബൽസാരയ്ക്ക് അനുകൂലമായ ഈ ഒരു തീരുമാനം ബ്രിട്ടീഷ് ഇന്ത്യയിലെ തദ്ദേശീയരെ ഒരു നിയമത്തിന് കീഴിലും വെള്ളക്കാരായി കണക്കാക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച അറ്റോർണി ജനറൽ ചാൾസ് ജെ ബോണപാർട്ടിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായിരുന്നു. 1917-ൽ ഇമിഗ്രേഷൻ ആക്ട് നിലവിൽ വന്നു. ശേഷം യുഎസിലേക്കുള്ള ഇന്ത്യൻ കുടിയേറ്റം കുറഞ്ഞു. എന്നാൽ പഞ്ചാബിൽ നിന്നുള്ള കുടിയേറ്റക്കാർ മെക്സിക്കൻ അതിർത്തി വഴി യുഎസിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം യുഎസ് വീണ്ടും ഇന്ത്യക്കാർക്ക് വാതിൽ തുറന്നു നൽകി. 1946-ലെ ലൂസ് സെല്ലർ ആക്ട് നിലവിൽ വന്നതോടെ എല്ലാ വർഷവും 100 ഇന്ത്യക്കാർക്ക് യുഎസിലേക്ക് കുടിയേറാനുള്ള അനുമതിയും കിട്ടി. 1965 മുതൽ 1990-കളുടെ മധ്യം വരെ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ഓരോ വർഷവും ശരാശരി 40,000 പേരായിരുന്നു. 1995-ന് ശേഷം ഇന്ത്യക്കാരുടെ കുടിയേറ്റം ഗണ്യമായി വർദ്ധിച്ചു. 2000-ന് ശേഷം ഇത് 90,000 വരെ എത്തി. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്ക് വളരെയധികം പേർ കുടിയേറി തുടങ്ങി. ബംഗളൂരു, ചെന്നൈ, പൂനെ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലെ IT മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് ഇതിന് കാരണം. തുടർന്ന് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് യുഎസിലേക്ക് ആളുകൾ ഒഴുകി. ഇപ്പോൾ യുഎസ് നൽകുന്ന എല്ലാ H-1B വിസകളുടെയും 80%-ലധികവും ഇന്ത്യക്കാർക്കാണ്. ഇതിനു പുറമെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളും യുഎസിലേക്ക് പോകുന്നുണ്ട്. ഓരോ വർഷവും 5 ലക്ഷത്തിലധികം ഇന്ത്യൻ അമേരിക്കക്കാർ യുഎസിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്.